എൻ്റെ മൂന്നാമത്തെ അറ്റംപ്റ്റ് ആണ്. ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ പ്രിലിംസ് ക്ലിയർ ചെയ്തിരുന്നു, മെയിൻസ് കിട്ടിയില്ല. പിന്നെ 2024 പ്രിലിംസും ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഇത് 25 ഫൈനൽ റാങ്ക് കിട്ടിയത്. ഒരു 50-50 ചാൻസ് ആയിരുന്നു, ബട്ട് റാങ്ക് റിയലി അൺഎക്സ്പെക്റ്റഡ്. ഒരു കളക്റ്റീവ് ഇനീഷ്യേറ്റീവാണ്, എൻ്റെ മാത്രമല്ല ഒരുപാട് പേരുടെ സാക്രിഫൈസും എഫേർട്ടും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഹോളിസ്റ്റിക് ഇനീഷ്യേറ്റീവാണ്. പറ്റാത്ത ആഗ്രഹങ്ങളൊന്നും വെച്ചിട്ട് വെറുതെ പ്രതീക്ഷ ഇല്ലാണ്ടാക്കണ്ട. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. എൻ്റെ ചെറിയ ഏജിലായിരുന്നു. ഐ ഡോണ്ട് നോ വെദർ ദാറ്റ് പേഴ്സൺ അലൈവ് ഓർ നോട്ട്, ഓർ വെദർ ദേ വിൽ വാച്ച് ഇറ്റ് ഓർ നോട്ട്. ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാവും. അതൊരു ഹോബിയാണ് ആക്ച്വലി എനിക്ക്. നമസ്കാരം. സ്വന്തം കാഴ്ചയുടെ പരിമിതിയെ നിശ്ചയദാർഢ്യം കൊണ്ട് തോൽപ്പിച്ച് സിവിൽ സർവീസ് പരീക്ഷയിൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയ ഒരാളെയാണ് ഇന്ന് മറുനാടൻ പരിചയപ്പെടുത്തുന്നത്. കോഴിക്കോട് വടകര സ്വദേശിനിയായ ജസീല ജന്നത്താണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. ജസീല പഠിച്ചതൊക്കെ എവിടെയാണ്? PCM, അതായത് സിവിൽ സർവീസ് ആണോ? മൊത്തം ഇവിടെ പഠിച്ചത്. ഞാൻ PCM ചെയ്ത് വന്ന് ജോയിൻ ചെയ്യുന്നത് ഐലേണിലായിരുന്നു. അവിടെയാണ് PCM കംപ്ലീറ്റ് ചെയ്തത്. പിന്നെ ഈ വർഷം പിന്നെ ഓപ്ഷനിൽ പഠിച്ചത് ഐലേൺ ശങ്കറിലാണ് ഇപ്പം ഫുള്ളായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നത്. പിന്നെ ഈ തവണ മൊത്തം മെയിൻസിൻ്റെ ടെസ്റ്റ് സീരീസ് ആണെങ്കിലും കൂടുതലായിട്ടും സൈലോ ആയിട്ടും കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ വന്നത് ഐലേൺ ശങ്കർ സൈലം 3 397 റാങ്കാണ്. അതെ അതെ. ആദ്യ പരിശ്രമമാണ്? അല്ലല്ല, എൻ്റെ മൂന്നാമത്തെ അറ്റംപ്റ്റ് ആണ്. ഞാൻ ആദ്യത്തെ അറ്റംപ്റ്റിൽ പ്രിലിംസ് ക്ലിയർ ചെയ്തിരുന്നു, മെയിൻസ് കിട്ടിയില്ല. പിന്നെ 2024 പ്രിലിംസും ക്വാളിഫൈ ചെയ്യാൻ പറ്റിയില്ല. ഇത് 25 ഫൈനൽ റാങ്ക് കിട്ടിയത്. വിടാതെ പിടിച്ചിരിക്കുകയാണ്. അതെ, ചെറിയൊരു ഹോപ്പ് ഉണ്ടായിരുന്നു, പക്ഷേ എന്താ അതൊരു ഇത്രയും നല്ലൊരു റാങ്ക് ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തില്ല. പക്ഷേ അതൊരു അൺസർട്ടനിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കങ്ങനെ ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റില്ല. ഒരു 50-50 ചാൻസ് ആയിരുന്നു, ബട്ട് റാങ്ക് റിയലി അൺഎക്സ്പെക്റ്റഡ്. അതെ. വീട്ടുകാരുടെയൊക്കെ ഒരു പ്രതികരണം എന്താണ്? എല്ലാവരും സന്തോഷം. ഞാനങ്ങനെ ഒരുപാട് പേരൊന്നും അടുത്തും ആദ്യം ഞാൻ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, ബിക്കോസ് ഇതൊരു ഭയങ്കര കിട്ടാതിരിക്കാനാണ് കൂടുതൽ ചാൻസ്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഒരുപാട് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പെട്ടെന്ന് കിട്ടിയപ്പോൾ എല്ലാവരും സർപ്രൈസ്ഡ് ആയി, വെരി ഹാപ്പി. എല്ലാവർക്കും ഒത്തിരി സന്തോഷം. ആരാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ഈ വിഷയത്തിൽ പഠിക്കാൻ? എനിക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ ലാസ്റ്റ് ഒരു 3-4 വർഷത്തോളമായിട്ട് ട്രിവാൻഡ്രത്ത് തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് മൊത്തം. എൻ്റെ ഫ്രണ്ട് സർക്കിളാണ് എനിക്ക് കുറച്ചും കൂടെ ലൈക്ക് എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നതും, പഠിക്കാനാണെങ്കിലും എമോഷണൽ സപ്പോർട്ട്. പിന്നെ ഓഫ് കോഴ്സ് ഫാമിലി. എൻ്റെ ഉമ്മ ആള് ഭയങ്കര എക്സ്പെക്റ്റേഷനാണ്. പിന്നെ ടീച്ചേഴ്സ്, പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് ഒരുപാട് പേരുണ്ട്, മെൻറ്റേഴ്സ് ഒത്തിരി പേരുണ്ട്. ഒരു കളക്റ്റീവ് ഇനീഷ്യേറ്റീവാണ്, എൻ്റെ മാത്രമല്ല ഒരുപാട് പേരുടെ സാക്രിഫൈസും എഫേർട്ടും ഇൻക്ലൂഡഡ് ആയിട്ടുള്ളൊരു ഹോളിസ്റ്റിക് ഇനീഷ്യേറ്റീവാണ്. എപ്പോഴാണ് ഇത്തരത്തിലൊരു IAS ഓഫീസർ ആവണം എന്നുള്ളൊരു ആഗ്രഹം മനസ്സിൽ ഉദിച്ചു തുടങ്ങിയത്? അങ്ങനെ ഒരു ലോങ് ടൈം ആഗ്രഹം ചെറുപ്പത്തിലായിരുന്നില്ല. പിന്നെ നമുക്കൊരു എനിക്ക് PG, ഞാൻ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു PG ചെയ്തിട്ടുണ്ടായിരുന്നത് മുംബൈയിൽ. അപ്പോൾ അവിടെ നിന്ന് ക്യാമ്പസ് പ്ലേസ്മെൻ്റ് ആയി ഒരു NGOയിൽ വർക്ക് ചെയ്യാനൊരു അവസരം കിട്ടി. അപ്പോൾ അവിടെ നിന്നാണ് നമുക്ക് കുറച്ചും കൂടെ ഒരു ടാർഗറ്റഡ് ബെനിഫിഷ്യറി ഗ്രൂപ്പ്, നമ്മൾ കുറച്ചും കൂടെ കമ്മ്യൂണിറ്റി ആയിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. റാദർ ദാൻ ഒരു ഓഫീസ് സിറ്റിംഗ് ജോബിനെക്കാട്ടിലും കുറേ ആളുകളായിട്ട് അവരുടെ ഒരു ഡെവലപ്മെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്യാന്നൊക്കെ പറയുമ്പം ആ ജോലി എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം ലൈക്ക് അന്നേരം മുന്നേ ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അതൊരു പ്രൈം ഗോളൊന്നും ആയിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഞാൻ ഒരു സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യുന്നു, എനിക്ക് എന്തുകൊണ്ട് എൻ്റെ ഒരു വർക്ക് ഏരിയ കുറച്ചും കൂടെ എക്സ്പാൻഡ് ചെയ്തുകൂടാ, കുറച്ചും കൂടെ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് എനിക്ക് ഫീൽ ചെയ്തപ്പോൾ ഞാൻ സിവിൽ സർവീസ് നോക്കാം, എനിക്ക് സ്യൂട്ടബിൾ ആവുന്നത്. എനിക്ക് ഡൈവേഴ്സിറ്റി ഭയങ്കര ഇഷ്ടമാണ്, പിന്നെ കുറച്ചും കൂടെ കമ്മ്യൂണിറ്റി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ജോബ്. അങ്ങനെയാണ് സിവിൽ സർവീസ് ഡിസൈഡ് ചെയ്തത്, ലോക്ക് ചെയ്തത്. ജസീലെ കൊണ്ട് ഇതൊന്നും പറ്റില്ല എന്നൊക്കെ ആരെങ്കിലും പറഞ്ഞിരുന്നു ആദ്യഘട്ടത്തിൽ? അങ്ങനെ പറഞ്ഞിട്ടില്ല. എസ്പെഷ്യലി വീട്ടുകാരുടെ പണ്ടൊട്ടേയുള്ള ആഗ്രഹമായിരുന്നു. പക്ഷെ എനിക്കെന്തോ
ഒത്തിരി വൈകി. കോൺഫിഡൻസിൻ്റെ അതല്ല, എൻ്റെ താല്പര്യമില്ലായ്മയായിരുന്നു. അതായത് എനിക്ക് സോഷ്യൽ NGO ആ ഒരു ഫീൽഡിലൊക്കെ പോകാനായിരുന്നു താല്പര്യം. ഒരു ഗവൺമെൻറ് അങ്ങനെ. അപ്പം അവർക്ക് പണ്ട് തൊട്ടേ താല്പര്യം ഉണ്ടായിരുന്നു. അവരതിന് ഒരുപാട് സത്യം പറയുകയാണെങ്കിൽ എൻ്റെ ടീച്ചേഴ്സൊക്കെ 10th എൻ്റെ അടുത്ത് പറയുമായിരുന്നു. പക്ഷേ അന്നൊന്നും ഇത്ര ഒരു നമുക്കറിയില്ല ഇതിനെപ്പറ്റി. പഠിക്കാൻ പിടിക്കുകയായിരുന്നു അർത്ഥം. അങ്ങനെയല്ല, ക്വിസിങ് ഒക്കെ ചെയ്യായിരുന്നു. അപ്പം അതുകൊണ്ട് പിന്നെ ലാസ്റ്റ് വീട്ടുകാരാണ് ഏറ്റവും എക്സൈറ്റഡ് ആയത്. സഹോദരിമാരും ഉമ്മയും അവരൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയി. പറ്റില്ല എന്നല്ല, പക്ഷേ നമുക്കൊരു ജനറൽ പെർസ്പെക്റ്റീവ് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്നത്, നമുക്ക് ചെറുപ്പം തൊട്ടേ ആഗ്രഹങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ. എനിക്കൊരു ടീച്ചറാവണം എന്നായിരുന്നു ഫസ്റ്റത്തെ ആഗ്രഹം സ്കൂളിൽ പഠിക്കുമ്പോൾ. അപ്പോൾ ഒരു ഡോക്ടർ, ഷീ വാസ് ഒരു ഗവൺമെൻറ് എംപ്ലോയി ആയിരുന്നു. ആളിങ്ങനെ പറഞ്ഞൊരു ഓർമ്മ ഉണ്ടായിരുന്നു, പറ്റാത്ത ആഗ്രഹങ്ങളൊന്നും വെച്ചിട്ട് വെറുതെ പ്രതീക്ഷ ഇല്ലാണ്ടാക്കണ്ട. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. എൻ്റെ ചെറിയ ഏജിലായിരുന്നു. ഐ ഡോണ്ട് നോ വെദർ ദാറ്റ് പേഴ്സൺ അലൈവ് ഓർ നോട്ട്, ഓർ വെദർ ദേ വിൽ വാച്ച് ഇറ്റ് ഓർ നോട്ട്. പക്ഷേ ചില സമയത്ത് നമുക്ക് ഇതുപോലത്തെ ചില മിസ്കൺസെപ്ഷൻസും കൂടെ തിരുത്തി കൊടുക്കാനായിരിക്കും നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. ബിക്കോസ് ഒരു സൊസൈറ്റിയിൽ പല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ടായിരിക്കും. നമ്മൾ നമ്മുടെ എയിമിൽ ഫോക്കസ് ചെയ്യുക, അതിന് വേണ്ടി വർക്ക് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇനി സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരോട് എന്താണ് പിന്നെ ജസീലയ്ക്ക് പറയാം? ഞാൻ ലാസ്റ്റ് എൻ്റെ ഇതോടത്തുനിന്ന് പറയാം. സൊസൈറ്റിയും കൂടെയുള്ള ആളുകളും പലതും പറയും, നല്ലത് പറയും, ചീത്ത പറയും. ചില ആളുകൾ ഭയങ്കരമായിട്ട് നിരുത്സാഹപ്പെടുത്തും. അപ്പം നെവർ ഗിവ് അപ്പ് യുവർ ഡ്രീം. നമ്മൾ ഈ ഫോക്കസ് മാറിപ്പോവരുത് ഒരിക്കലും. നമുക്കെപ്പോഴും നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്ന ലക്ഷ്യം, അല്ലെങ്കിൽ നമ്മളൊരു ടാർഗറ്റഡ് എയിം ഉണ്ടാവുമല്ലോ സിവിൽ സർവീസ് ഫീൽഡിലോട്ട് വരുമ്പോൾ. ഇപ്പോൾ ഇന്ന റാങ്ക്, അല്ലെങ്കിൽ ഇന്ന പോസ്റ്റ്, IAS, IPS ഓർ IFS, എനിത്തിങ്. അപ്പം ആ ഒരു ഡ്രീം എപ്പോഴും നമ്മുടെ മുന്നിൽ ഇങ്ങനെ കാണാം. നമ്മൾ ആ ഒരു ഫൈനലി ആ ഒരു ജോബിലെത്തുമ്പോഴും നമ്മൾ ആ ഫസ്റ്റ് ഓഫീസറായിട്ട് ഇരിക്കുന്നതും അതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ തന്നെ നമുക്കൊരു മോട്ടിവേഷൻ ആവും. സോ ദാറ്റ് മോട്ടിവേഷൻ നീഡ്സ് ടു ബി ഫ്യൂവൽ അപ്പ് ഡേ ബൈ ഡേ വിത്ത് ലോട്ട് ഓഫ് പോസിറ്റിവിറ്റി ആൻഡ് നെവർ ഗിവ് അപ്പ് യുവർ ഡ്രീം. പിന്നെ ഒരിക്കലും ഈ ഫീൽഡ് ഇതിൻ്റെ ഒരു ഇൻറ്റൻസിറ്റിയിലൊക്കെ എക്സാം ടെസ്റ്റ് സീരീസിലൊക്കെ പോകുമ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രെസ്ഫുൾ ആവും. അപ്പോൾ നെവർ ഗിവ് അപ്പ് യുവർ ഹോബീസ്. ബിക്കോസ് പഠിത്തം മാത്രമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യുന്നവരുണ്ടായിരിക്കാം. പക്ഷേ എനിക്ക് പേഴ്സണലി നമ്മൾ സ്ട്രെസ് ഔട്ട് ചെയ്യണം. നമ്മൾ എപ്പോഴും റിലാക്സ്ഡ് ആയിട്ടിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ബ്രെയിൻ കറക്റ്റായിട്ട് ഫങ്ഷൻ ചെയ്യുള്ളൂ. അങ്ങനെയാണ്. റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഈ പഠനത്തിനിടയിൽ ചെയ്യാറ്? പാട്ട് കേൾക്കും, ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പം ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കുമ്പം എനിക്ക് വലിയ സന്തോഷമാണ്. അപ്പോൾ പ്രത്യേകിച്ച് മലബാറുകാരെ സംബന്ധിച്ച് സൊറ പറയാനും പിന്നെ പാട്ട് കേൾക്കാനും ഭക്ഷണം കഴിക്കാനും കൂടുതൽ ഇഷ്ടമാണ്. അതെ. അപ്പോൾ കുറച്ച് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കുമ്പം ഞാൻ ഭയങ്കര ഹാപ്പിയാവും. അതൊരു ഹോബിയാണ് ആക്ച്വലി എനിക്ക്. വീട്ടിൽ ആരൊക്കെയുണ്ട്? ഉമ്മയുണ്ട്. പിന്നെ ഞങ്ങൾ 4 പെൺകുട്ടികളാണ്. ഞാനാണ് ഇളയത്. എനിക്ക് 3 സഹോദരിമാരാണ്. അവരെല്ലാവരെയും കല്യാണം കഴിഞ്ഞ് സെറ്റിലാണ്. അങ്ങനെ. സ്കൂൾ കാലഘട്ടമൊക്കെ വടകരയിൽ തന്നെയായിരുന്നു? +2 വരെ നാട്ടിൽ തന്നെയായിരുന്നു. അതെ. പിന്നീട് ഡിഗ്രി സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി കോഴിക്കോട് BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു പഠിച്ചത്. പിന്നെ PG ചെയ്യാൻ മുംബൈയിലോട്ട് പോയി, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസസ്. പിന്നെ ഒരു വർഷം വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ 2022 മുതൽ പ്രിപ്പയർ ചെയ്യുന്നു. ഫ്രണ്ട്സാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് എന്ന് പറഞ്ഞ്. ഇവിടെ ഹോസ്റ്റലിലാണ് തലസ്ഥാനത്ത് താമസിക്കുന്നത്. എടുത്തു പറയാൻ പറ്റുന്ന സുഹൃത്തുക്കളോട്, അതായത് നിലവിൽ ഈ നേട്ടം കൈവരിച്ചിരിക്കുന്ന വേളയിൽ ആരോടൊക്കെ ആയിരിക്കും നന്ദി പറയുക? ഒരു പേരെടുത്ത് പറയാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെ. പക്ഷേ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട്സ് ഇപ്പോൾ സൂര്യഗായത്രി, അതേപോലെ എൻ്റെ ഫ്രണ്ട്സ് ദീപ്തി എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്ത് തന്നെ വീടാണ്. ആളുടെ വീട് എൻ്റെ ഇവിടുത്തെ ഫാമിലി പോലെയാണ്. ലൈക്ക് ആളുടെ അച്ഛൻ, അമ്മ, ദെൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ ഒബ്വിയസ്ലി ഫ്രണ്ട്സിൻ്റെ പോലെ തന്നെ നമ്മുടെ മെൻറ്റേഴ്സ്, ഇപ്പം സൈലത്തിൽ സുനീഷ് സാർ, പിന്നെ അതേപോലെ ഒരു ജസിൻ എന്ന് പറഞ്ഞൊരു സാറുണ്ട്, അവിടുത്തെ CSAT ഫാക്കൽറ്റിയാണ്. അപ്പം പിന്നെ ഒത്തിരി പേരുണ്ട്. പിന്നെ ശങ്കറിൽ എൻ്റെ രജിത മാം, ഓൾ ടൈം ഫേവറേറ്റ്. പിന്നെ ഐലൻഡിൽ കുറേ ഫാക്കൽറ്റീസ് ഉണ്ട്. അങ്ങനെ ഒത്തിരി സാറുണ്ട്. പിന്നെ ഫോർച്യൂണിൽ നിതിൻ സാർ. അങ്ങനെ പേരെടുത്ത് എനിക്കിപ്പം പെട്ടെന്ന് ഓർമ്മ വരുന്നതൊക്കെയാണ്. പിന്നെ ജിഷ്ണു സാറ്, സോഷ്യോളജി പഠിപ്പിച്ച സാറ്, ഒരുപാട് പേരുണ്ട്. ഇത് എൻ്റെ മാത്രം സക്സസ് അല്ല, എൻ്റെ എഫേർട്ടിന് അവരെല്ലാവരും കൂടെ ഒരു ബ്രഷ് അപ്പ് ഫോർ മൈ സ്കിൽ എന്ന് പറഞ്ഞതുപോലെ
അവരെ എപ്പോഴും അവരുടെ ഒരു കെയർ, കൺസേൺ, സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഉപ്പ എന്താ ചെയ്യുന്നത്, എന്ത് ജോലി? ഉപ്പ 2018 മരിച്ചതായിരുന്നു, പ്രവാസിയായിരുന്നു. 2018 മരിച്ചു. ഉമ്മ ഹൗസ് വൈഫാണ്, ഹോം മേക്കറാണ്. ഉമ്മയുടെ പേര് സൈനബ. എന്തായാലും വലിയൊരു നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത്. എല്ലാവിധ ആശംസകളും ജസീല. Thank you so much. Thanks a lot and for giving me this opportunity. Thank you very much. Thanks a lot. 397 റാങ്ക് നേടിയാണ് ഈ മിടുക്കി തൻ്റെ സ്വപ്ന നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. സിവിൽ സർവീസ് എന്ന ലക്ഷ്യത്തിനായി 3 തവണയാണ് ജസീല പരീക്ഷ എഴുതിയത്. സോഷ്യോളജി ആയിരുന്നു ഐച്ഛിക വിഷയം. തൻ്റെ വിജയത്തിലൊരു വലിയ പങ്ക് സൈലം IASലെ 1 വർഷത്തെ പ്രിലിംസ്, മെയിംസ്, ഇൻ്റർവ്യൂ, ഗൈഡൻസ് പഠനത്തിനാണ് എന്ന് ജസീല കരുതുന്നു. 2025 മാർച്ചിൽ ആരംഭിച്ച സൈലത്തിൻ്റെ സിവിൽ സർവീസ് ബാച്ചായിരുന്നു ജസീല ചേർന്നത്. തൻ്റെ തയ്യാറെടുപ്പിൽ സിലബസ് പഠിച്ചെടുക്കുന്നതിനായി ഓഡിയോ അധിഷ്ഠിത പഠന രീതികൾ, വോയിസ് ടു ടെക്സ്റ്റ് ടൂളുകൾ, സഹപാഠികളുമായി ചേർന്നുള്ള ചർച്ചകൾ എന്നിവ പ്രയോജനപ്പെടുത്തിയതായി ജസീല വ്യക്തമാക്കുന്നു. ജസീറ മൻസിലിലെ പരേതനായ കുഞ്ഞബ്ദുള്ളയുടെയും സൈനബയുടെയും മകളായ ജസീല സ്കൂൾ കാലഘട്ടം മുതൽക്കേ പഠനത്തിൽ മികവ് പുലർത്തിയിരുന്ന ജസീല കലാരംഗത്തും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ജസീല ഉൾപ്പെടെ സൈലത്തിൽ നിന്നുള്ള 29 വിദ്യാർത്ഥികളാണ് ഇത്തവണ റാങ്ക് കരസ്ഥമാക്കിയത്. ക്യാമറമാൻ അഖിൽ അശോകിനൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.